സംസ്ഥാനത്ത് സീപ്ലെയിൻ സർവീസിന് അനുമതി. വ്യോമയാന മന്ത്രാലയം അനുമതി നൽകിയെന്ന വിവരം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കാൻ തുടർച്ച ഇടപെടൽ നടത്തിയത് മൂലമാണ് ലഭ്യമായത്. ഏവിയേഷൻ വകുപ്പിൽ നിന്നും കേരളത്തിന് 48 റൂട്ടുകൾ അനുവദിച്ച് കിട്ടിയിട്ടുണ്ടെന്നും മന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു ചേരുകയാണ്. അഞ്ജു, കേരളം ഉയരങ്ങളിലേക്ക് പറക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. വളരെ കൃത്യമായി തന്നെ അച്ചടക്കത്തോടുകൂടിയുള്ള ചില ആസൂത്രണം, അതിൻ്റെ ഭാഗമായി തന്നെ നടത്തിയ ഇടപെടലുകൾ ഏതായാലും സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് വളരെ കാലങ്ങൾ മുമ്പുള്ള ആവശ്യമാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഇപ്പോൾ 48 റൂട്ടുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ മന്ത്രി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിന് സീപ്ലെയിൻ റൂട്ടുകൾ അനുവദിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. 48 റൂട്ടുകളാണ് വ്യോമയാന മന്ത്രാലയം അനുവദിച്ചത്. അതിനു വേണ്ടിയിട്ട് സ്പൈസ് ജെറ്റ്, അതുപോലെ PHL, ഇന്ത്യ ഓൺ എയർ തുടങ്ങിയ എയർലൈൻസുകൾക്കാണ് റൂട്ടുകൾ അനുവദിക്കാൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഒരുപാട് മാധ്യമങ്ങൾ ഒരുപാട് തവണ വാർത്ത നൽകിയതാണ്. നേരത്തെ തന്നെ സീപ്ലെയിനുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണ പറക്കൽ സർക്കാർ നടത്തിയിരുന്നു. എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലെ മാട്ടുപ്പെട്ടി ഡാമിലേക്കായിരുന്നു ആ പറക്കൽ നടത്തിയത്. ആ പറക്കലിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സംസ്ഥാന സർക്കാർ സീപ്ലെയിനിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും നൽകിയിരുന്നു. എന്നാൽ ആ മാധ്യമങ്ങൾക്കെല്ലാം മറുപടി കൂടിയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഈ പദ്ധതിക്ക് വേണ്ടി കൃത്യമായി തന്നെ സർക്കാർ പിന്നാലെയുണ്ടായിരുന്നു. ഇതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 48 സർവീസുകൾ അനുവദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, ബഡ്ജറ്റിൽ സീപ്ലെയിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ പ്രത്യേക തുകയും മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കൃത്യമായ രീതിയിൽ സീപ്ലെയിൻ കേരളത്തിൽ സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ ടൂറിസം വളരുകയാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് പറയാൻ കഴിയും. കാരണം ഗ്രാമപ്രദേശങ്ങളിലെ ടൂറിസത്തിലേക്കായിരിക്കും ഈ ഒരു സീപ്ലെയിൻ പദ്ധതിയിലൂടെ ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത്. ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ ടൂറിസത്തിന് കൂടി വളർച്ച നൽകുകയായിരിക്കും സീപ്ലെയിൻ പദ്ധതിയിലൂടെ ലഭിക്കുക. അഞ്ജു, ഒരുപക്ഷെ ഈ കേരളം കാട്ടിക്കൊടുക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അതിലൊന്ന് നമുക്കറിയാം, ദേശീയപാതയുടെ വികസനം, അതോടൊപ്പം തന്നെ മെട്രോ റെയിലിൻ്റെ വികസനം, വാട്ടർ മെട്രോ അടക്കം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സീപ്ലെയിൻ പദ്ധതി എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഗതാഗത രംഗത്തെ ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഏതൊക്കെ സാധ്യതകൾ, അതെല്ലാം സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അത് യാഥാർത്ഥ്യത്തിലാവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാക്കാവുന്നതാണ് ഈ സീപ്ലെയിൻ പദ്ധതി എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ ഈ കമ്പനികൾക്ക് അനുമതി ലഭിച്ചു എന്ന് പറയാം. അവർക്കാണല്ലോ സർവീസിന് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ കുറേയേറെ വരാനുണ്ട്. അതിൽ ഏതൊക്കെ കമ്പനികൾക്കാണ് അനുമതി നൽകേണ്ടതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മന്ത്രി അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? നിലവിൽ 4 എയർലൈൻസുകൾക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഓൺ എയർ, സ്പേസ് ജെറ്റ്, അതുപോലെ തന്നെ PHL, മെഹറൈൻ. അത് ഇങ്ങനെ 4 എയർലൈൻസുകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഈ എയർലൈൻസുകളായിരിക്കും 48 റൂട്ടുകൾ കേരളത്തിൽ നടപ്പാക്കുക. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ വരുമ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വരാറുണ്ട്. സംസ്ഥാന സർക്കാർ ഒരു കാര്യം ഏറ്റെടുത്ത് അതിൽ പിന്നോട്ട് പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരും. പക്ഷെ അതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ കാലതാമസം വരും. അതിന് അനുമതി വേണം, അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കടുത്ത ഒരു ഗ്യാപ്പ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടായത്. ആ ഒരു സമയപരിമിതിക്കുള്ളിൽ തന്നെ ഇപ്പോൾ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾക്കുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അധികം താമസിക്കാതെ തന്നെ, അധിക കാലതാമസം കൂടാതെ തന്നെ കേരളത്തിന്റെ ടൂറിസത്തിന് വലിയൊരു മുഖമായി മാറിക്കൊണ്ട് തന്നെ സ്പൈസ് ജെറ്റ് വിമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉറപ്പ് നൽകുന്നുണ്ട്. നിലവിൽ 4 കമ്പനികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. സിജു.